പണ്ട് പണ്ട് ശങ്കരാചാര്യർ സർവജ്ഞ പീഠം കയറാൻ പോയി. ആടെ തെച്ചു കാടാന്ന്. എങ്ങനെയാ അതില് പൂര്? ആ നേരമുണ്ടല്ല, അപ്പത്തെ ഭാഗത്ത് നിന്ന് രണ്ടാള് വരുന്നുണ്ടായിരുന്നു, ഒരാണ് ഒരു പെണ്ണും. അയാളെ തലയിലാണെങ്കിൽ കള്ളും പെണ്ണുങ്ങളെ ഒക്കത്താണെങ്കിൽ കുഞ്ഞിയുണ്ട്. ശങ്കരന് അവരോട് വഴിമാറാൻ പറഞ്ഞു. ഇപ്പഴാ പറഞ്ഞിട്ട് അവര് മാറുന്നുമില്ല. ഓനങ്ങ് ദേഷ്യം വന്നില്ലേ, എന്നിട്ട് അവരോട് പറഞ്ഞു കള്ളക്കൊലയാന്ന് വിളിച്ചിട്ട് ഞങ്ങൾ നടക്കാൻ പറഞ്ഞു. ആ നേരം പൊലൻ പറഞ്ഞ വാക്കുണ്ടല്ല, നിങ്ങളെ കൊത്തിയാലും ചോരില്ലേ ചോറ്, ഞങ്ങളെ കൊത്തിയാലും ചോരില്ലേ ചോറ്. ആ നേരം ശങ്കരന് ആളെ മനസ്സിലായി. നിങ്ങക്ക് തിരിഞ്ഞിനാ? ഒലികാപ്പോ ഒലികാപ്പോ ഒലികാജനമേ പന്തൽ പോ ഒലികാപ്പടി വാതിൽ പോലിക. ഇത് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റാണ്. ഞാനിപ്പോൾ ഒരു കലാകാരനാണ്, തെയ്യം കലാകാരനാണ്. ഞാൻ പടിക്കർ സ്ഥാനം എനിക്ക് തന്ന ഒരു കലാകാരനാണ്. ഞാൻ എന്ന് തെയ്യം കെട്ടാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നോ അന്ന് പുറന്തള്ളി നമ്മുടെ. പിന്നെ നാട്ടിലും വേണ്ട, ക്ഷേത്രക്കാർക്കും വേണ്ട. അതാണ് ഈ തെയ്യക്കാരുടെ ഒരവസ്ഥ. ഇനി എത്ര വലിയ തെയ്യക്കാരനായി കഴിഞ്ഞാലും ആ തെയ്യം കെട്ടുന്ന സമയത്ത് തെയ്യം കെട്ടി ആ തെയ്യത്തിന് വണങ്ങുന്നുണ്ടെങ്കിലും ആ തെയ്യം കെട്ടിയിട്ട് അതിൻ്റെ സമയം കഴിഞ്ഞാൽ സ്വരവും മാറി, ബാക്കിയെല്ലാം മാറി. അടിമത്വം അലങ്കാരമായിട്ട് സ്വീകരിച്ച ഒരു വർഗ്ഗമാണ് ഈ തെയ്യം കെട്ടുന്നവരെന്ന് ഞാൻ പറയും, എൻ്റെ അനുഭവം കൊണ്ട്. അവരുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നു, അവരുടെ ജീവിതം ഈ തെയ്യം കെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നതെന്നും ആർക്കും അറിയില്ല. പക്ഷേ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവർക്ക് ഈ തെയ്യം കെട്ടിക്കുന്നവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ തെയ്യം കെട്ടിക്കുന്ന സമയം ഒരു 3 മാസം മാത്രമേ ഈ തെയ്യം കെട്ടുന്ന ആൾക്കാരെ ആവശ്യമുള്ളൂ. പിന്നെ ആവശ്യമില്ല. അവർക്ക് ഈ നിശ്ചിത വേതനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. തെയ്യം കെട്ടുന്നതിന് നിശ്ചിത വേതനമില്ല. ക്ഷേത്രക്കാരെന്താണോ തീരുമാനിക്കുന്നത് അതാണ് ഇവർക്ക് കൊടുക്കുക. ഇപ്പോഴും ഒരു അടിമ മനോഭാവമാണ് ഈ തെയ്യം കെട്ടവരുടെ മനസ്സിലുള്ളത്. ഈ അടിമത്തം അഭിനയിച്ച് കഴിഞ്ഞാൽ മാത്രമേ മേലാളന്മാർക്ക് ഈ തെയ്യം കെട്ടുന്നവരോട് ബഹുമാനം ഉണ്ടാവുള്ളൂ. എതിരിടുന്നവരോട് എപ്പോഴും പുച്ഛായിരിക്കും. അതാണിപ്പോൾ. ജാതി കൊയ്മയെ എതിർത്ത പൊട്ടൻ തെയ്യം കെട്ടിയാടുന്ന രാമചന്ദ്ര പണിക്കർക്ക് പറയാൻ ഇനിയുമുണ്ട്. 12-ാം വയസ്സിൽ തന്നെ ഏറ്റവും ആപത്തേറിയ വിഷ്ണുമൂർത്തി തെയ്യം കെട്ടിയാടിയപ്പോൾ ആകെ ലഭിച്ചത് പണിക്കരെന്ന നാമത്തിൽ ഒളിപ്പിച്ച ജീവിത ദുരിതങ്ങൾ മാത്രമാണ്.
കാണാൻ നല്ല ജനങ്ങളാണ്, എല്ലാവരും പോയി. ഞങ്ങൾ എന്താണെന്നുള്ളത് പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. നമ്മൾ കാണുമ്പം അത് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ദൈവമാണെന്നുള്ളത് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞാൽ ഒന്നുമല്ല. ഇതാണ് അതിൻ്റെ ശരിയായ പച്ചയായ സത്യം. ജാതിയിലൂന്നിയുള്ള ഇത്തരം പരോക്ഷ പരുഷതകളും ഇന്ന് പ്രത്യക്ഷത്തിലുള്ളത് കണ്ടില്ലെന്ന് നടിക്കാനേ ഇവർക്ക് കഴിയൂ. കോലം കെട്ടിനപ്പുറത്തും ഒരു ജീവിതം ഇതുപോലെ ഓരോ തെയ്യക്കാർക്കും പറയാനുണ്ടാകും. വാദ്യങ്ങളുടെ അകമ്പടിയിലും മുഖത്തെഴുത്തിൻ്റെ വർണ്ണാഭയിലും സമൂഹം ഇത് കാണാതെ പോകുന്നു. അതോ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നതാകുമോ? തെയ്യം കെട്ടിയാടുന്ന 9 പ്രധാന സമുദായങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലായി തരം തിരിച്ചിരിക്കുന്ന വണ്ണാൻ, മലയൻ, കോപ്പാളൻ തുടങ്ങിയ പാർശ്വവത്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ്. ഓരോ ജാതിക്കുമുള്ളിൽ പ്രത്യേക ചുമതലകളും കർമ്മങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് തെയ്യം കെട്ടിയാടുന്നത് മേലാള വർഗത്തിൻ്റെ തറവാട്ടിലും കാവുകളിലുമാണ്. ഞങ്ങളെ കൊട്ടിയാലും ചോപ്പല്ലേ ചോര, നിങ്ങളെ കൊട്ടിയാലും ചോപ്പല്ലേ ചോര. തെയ്യം എന്ന കല, റിച്വൽ ആർട്ട്, അത് ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി രാജവംശം കൊടുത്ത് പറ്റുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. എന്നിട്ടും ഈ അധക്കഥയിൽ നന്ന് നമ്മൾ പറയുന്ന വണ്ണാന്മാരും മലയന്മാരും കെട്ടിയാടുന്ന തെയ്യം നമ്മൾ ദത്തെടുത്തിട്ട് ആ തെയ്യങ്ങളുടെ വിട്ടു. ഇതിലപ്പുറം എന്താ വേണ്ട? ഓരോ തെയ്യപ്പറമ്പിലും ഉയരുന്ന തുടിക്കും തോറ്റത്തിനും ഈരടികൾക്കും പറയാനുള്ളത് ജാതി വ്യവസ്ഥകൾക്കെതിരായ സുശക്ത രാഷ്ട്രീയമാണ്. തീച്ചാമുണ്ടിയെന്നും ഒറ്റക്കോലമെന്നും അറിയപ്പെടുന്ന വിഷ്ണുമൂർത്തി തെയ്യം ഇതിന് ഉദാഹരണമാണ്. ഈ തെയ്യം കെട്ടിയാടി മികവ് തെളിയിക്കുന്ന മലയന് രാജവംശം പട്ടും വളയും സമ്മാനിച്ച് പണിക്കർ സ്ഥാനം നൽകും. അതൊരലങ്കാരമായി ഒറ്റക്കോലത്തിലെ തെച്ചിപ്പൂവ് പോലെ ഓരോ മലയനും ചൂടി വരുന്നു. ഈ പട്ടും വളയും കൊടുക്കാൻ വെച്ചാൽ സ്ഥാനം കൊടുക്കുക. പ്രധാനമായിട്ടും 2 സ്ഥാനമാണ് കൊടുക്കുന്നത്. വണ്ണാന്മാർക്ക് കൊടുക്കുന്ന സ്ഥാനമാണ് തിരുവണ്ണാൻ, മലയന്മാർക്ക് കൊടുക്കുന്ന സ്ഥാനമാണ് പണിക്കർ. നൂറ്റിയൊന്നോളം തവണ മേലേരി എന്നറിയപ്പെടുന്ന തീക്കനൽ കൂമ്പാരത്തിലേക്ക് എടുത്തു ചാടുന്നതാണ് ഈ തെയ്യം. പണിക്കര
എന്ന സാമൂഹിക പദവിയുടെ വില തെയ്യക്കാരുടെ ജീവൻ തന്നെയാണ്. ഇതിന് ഈ തെയ്യം കെട്ടിയാൽ കഴിയുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഭസ്മം ഉണ്ടല്ലോ. ഈ കനലിൽ നിന്ന് വരുന്ന ഭസ്മം അത് ഭയങ്കര ആയിട്ടുണ്ടാവും. ആ ഭസ്മം തികച്ചും നമ്മുടെ ഈ തെയ്യക്കാരൻ്റെ ശരീരത്തിലേക്ക് കിടക്കും. ശരിക്കും കിടക്കും. അത് നമ്മൾ തെയ്യം കെട്ടിക്കഴിഞ്ഞ് നമ്മൾ വന്നിട്ടൊന്ന് തുപ്പിക്കഴിഞ്ഞാൽ ഒന്നും ഈ ഭസ്മം മാത്രമേ ഉണ്ടാവുക കുറേ നാളത്തേക്ക്. അപ്പോൾ അത് ശരീരത്തിനെ വല്ലാണ്ട് ബാധിക്കും. കുറേ പ്രായത്തിൽ കഴിഞ്ഞാൽ അവർ ശരിക്കുള്ള ആസ്മ രോഗികളോ അങ്ങനെയുള്ള രോഗികളായിട്ട് മാറും. ഒരു 10-50 വർഷമാകുമ്പോഴേക്കും വയസ്സ് കഴിയുമ്പോഴേക്കും ഇവരെല്ലാം രോഗികളായി മാറുന്ന ഒരവസ്ഥയുണ്ട്. അത് ഇതിനെ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഇതാണ്. ചുരുക്കം പറയാം, എനിക്ക് 57 വയസ്സായിട്ടുള്ളൂ. ഈ 57 വയസ്സിനടക്ക് ചെവി കേൾക്കാതായി, കണ്ണ് കാഴ്ച കുറവും, തലക്കെല്ലാം ഒരുപാട് കെട്ടുവരും, 10ഓളം ബന്ധനം ഒരു കൈക്ക് വരും. കൂടെ ചുരുക്കം പറഞ്ഞാൽ ഒരു 60-65 വയസ്സ് കഴിഞ്ഞാൽ തെയ്യം കെട്ടുന്ന ആൾക്കാർ വൃദ്ധനായി. ഞങ്ങൾ കുളിക്കാടുക്കാൻ തോർത്തെടുത്തിട്ട് നെറ്റിക്ക് വലിച്ചു കിട്ടുക. ഇവിടുന്ന് അത്രയും ദൂരം തന്നെ പെട്ടെന്ന് നിന്ന് നോക്കിയാട്ടെ തല കറക്കുമ്പോൾ ആ കത്രി ചെയ്താൽ നമ്മുടെ ശരീരം മൊത്തം കെട്ടിമുറുക്കി ആകുമ്പോൾ എന്തായാലും ഈ പറയുന്ന ആയുസ് കൊണ്ട് ഇപ്പം ഒരു കണ്ടനാറുകളെന്ന് പറഞ്ഞാൽ തെയ്യെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ 3 മാസത്തെ ജീവിതം ഒറ്റ തെയ്യത്തിൽ. അത് നിങ്ങൾ പകൽ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ആ തെയ്യം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ശരിക്കും ശവം മണക്കും. കോലമാവേശിച്ച മാനസികാവസ്ഥയിൽ അവർ ദൈവങ്ങളാണ്. അവിടെ സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരു സ്ഥാനവുമില്ല. മുൻപിൽ വണങ്ങി നിൽക്കുന്ന ഭക്തരെ ജാതിമത ഭേദമെന്നി ആശ്വസിപ്പിക്കുന്നവരാണ് ഈ ദൈവങ്ങളായ ദുരന്ത നായകർ. കർമ്മമായതിനാൽ കൂലി സമ്പ്രദായം തെയ്യത്തിൽ പതിവില്ല. തങ്ങളുടെ ദേഹങ്ങളെ ബലിയാക്കി മാറ്റുമ്പോൾ ഇവർക്ക് കോള് എന്ന പേരിൽ ലഭിക്കുന്ന പ്രതിഫലം എത്ര തുച്ഛമാണെങ്കിലും സ്വീകരിക്കാതെ നിവൃത്തിയില്ല. കാലാനുസൃതമായ കർമ്മമണ്ഡലമാണ് ഓരോ കളിയാട്ടവും. തുലാം 10 മുതലാണ് വടക്കൻ കേരളത്തിലെ തെയ്യക്കാവുകൾ ഇതിനായി ഉണരുന്നത്. അതുവരെയുള്ള തെയ്യക്കാരുടെ ജീവിതം ആരും അറിയാൻ ശ്രമിക്കാത്ത നിഗൂഢതയാണ്. അസ്ഥിരതയും കാത്തിരിപ്പും ഭക്തിയാലും കർമ്മബോധത്താലും ഒളിപ്പിച്ച് ബാക്കി മാസങ്ങളിൽ മറ്റ് തൊഴിലിടങ്ങൾ ഇവർ തേടിപ്പോകേണ്ടി വരുന്നു. തെയ്യക്കാലമായാലാകട്ടെ ക്ഷേത്രക്കാർ നിശ്ചയിക്കുന്ന കുറഞ്ഞ വേതനത്തിന് തെയ്യം കെട്ടുവാൻ നിർബന്ധിതരാവുകയാണ്. കാരണം അതേ വേതനത്തിലെങ്കിലും പണിയെടുക്കാൻ ഒട്ടനവധി തെയ്യക്കാർ മുന്നോട്ട് വന്നേക്കും. ഇതിനു പുറമെയാണ് കോലധാരണത്തിലെ ഒരുക്കങ്ങൾക്കും മുഖത്തെഴുത്തിനുമൊക്കെ ഓരോ തെയ്യക്കാരനും ചെലവിന് കണ്ടിരിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ നമുക്കിപ്പം ഒരു ഇൻഷുറൻസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഇത് ഞങ്ങൾക്ക് നമുക്കൊരു പെൻഷൻ മാത്രമാണ് കിട്ടുന്നത്. ആ പെൻഷൻ കിട്ടുന്നത് മാറും. പെൻഷൻ വാങ്ങിക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല. 60 വയസ്സാണ് പെൻഷൻ പറയുന്നത്. ആ വയസ്സാകുമ്പോൾ നമ്മളെ ശരിക്കും പോകും. നിവർന്ന് നിന്ന് നട്ടല് ഉയർത്തിയിട്ട് കൂലി വാങ്ങിക്കാൻ, ഒരു കൈ നീട്ടിയിട്ട് കൂലി വാങ്ങിക്കാനുള്ള അവകാശം ഈ തെയ്യക്കാരൻ നേടിയിട്ടില്ല ഇതുവരെ. ഇന്നും തൊഴുതിട്ട് കൂലി വാങ്ങിക്കുന്ന ഒരു വർഗ്ഗം ഉണ്ടെങ്കിൽ ഈ തെയ്യം കെട്ടുന്ന വർഗ്ഗം മാത്രമേ ഉള്ളൂ. 2015 കേരള വികസന സമിതിയുടെ പഠനം ഏതാണ്ട് 1 ലക്ഷത്തോളം തെയ്യം കലാകാരന്മാർ മലബാറിലുണ്ടെന്ന് വീക്ഷിക്കുന്നു. ഇതിൽ 30% വരുന്നത് പരമ്പരാഗതമായി തീയജാതിയുടെ അലക്കുകാരായിരുന്ന വണ്ണാൻ സമുദായമാണ്. മറ്റുപജാതികൾക്കായി മേലാള പൂർവികർ പറഞ്ഞു വച്ചിട്ടുള്ള തെയ്യം കെട്ടാൻ മേൽജാതികൾക്ക് അനുവാദമില്ല. അങ്ങനെ കീഴ്ജാതിയിൽ തന്നെയുള്ള ജാതി വിവേചനങ്ങൾ ഓരോ തെയ്യ വിഭാഗങ്ങളെയും ഒന്നിക്കാൻ അനുവദിക്കുന്നതുമില്ല. 1000 അണിയറ കയറിയാലേ അരവണ്ണാനാകൂ എന്ന ചൊല്ലുപോലും ഇവർക്കിടയിലുണ്ട്. തെയ്യം സ്ഥാനങ്ങൾ തന്നെ പലതരത്തിലുണ്ടല്ലോ. വണ്ണാനേക്കാൾ താഴ്ന്നവരാണ് മലയന്മാർ, മലയനേക്കാൾ താഴ്ന്നവരാണ് വേലന്മാർ. അപ്പോൾ ഈ വേലന്മാരെ മലയൻ അകറ്റി നിർത്തും, മലയന വണ്ണാൻ അകറ്റി നിർത്തും, ഈ വണ്ണാന തീയൻ അകറ്റി നിർത്തും. തീയെന്ന് പറഞ്ഞാൽ ഇഴവൻ. തീയൻ ആരകറ്റി നിർത്തും? നായരെ അകറ്റി നിർത്തും. നായര ബ്രാഹ്മണന്മാർ ചേർത്ത് വെക്കും.
എന്തുകൊണ്ടാണ് അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഈ ബ്രാഹ്മണൻ്റെ ആവശ്യത്തിന് തികച്ചും ഈ നായേഴ്സ് വേണം. അവരാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അവരെ ചേർത്ത് വെക്കും, ബാക്കി എല്ലാവരും അകറ്റി നിർത്തും. ഐതിഹ്യങ്ങളിലെ കീഴാള രക്തസാക്ഷിത്വവും ഇതിനെതിരെ നിലകൊണ്ടാലുണ്ടാകുന്ന ഊരുവിലക്കിൻ്റെ തീവ്രതയും ഭയന്ന് തെയ്യക്കാർ ഇന്നും മൗനികളാകുന്നു. അത് ഈ ജാതീയപരമായ വേർതിരിവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഈ വിഭാഗത്തിനെ കൊണ്ട് എന്തുകൊണ്ട് ഈ തെയ്യം കൊടുത്തു, എന്തുകൊണ്ട് ഇതിൽ നിന്ന് മേലെയുള്ളവർക്ക് തെയ്യം കിട്ടിയില്ല എന്നുള്ളത് ചിന്താ വിഷയമാണ്. എത്ര ദൈവങ്ങൾ വെളിപ്പെട്ട് കടന്നുപോയാലും കോലമഴിച്ചാൽ പിടഞ്ഞെരിയുന്ന ബലിവസ്തു പോലെ അവർ ഇന്നും അവഗണിക്കപ്പെടുന്നു. ഒറ്റ നോട്ടത്തിൽ ഇത് കാണാനാകില്ലെങ്കിലും ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിൽ ജാതി വേർതിരിവ് പ്രകടമാണ്. തെയ്യപ്പറമ്പിൽ കർമ്മികളുടെ സമൂഹങ്ങൾക്കുള്ള സ്ഥാനം നിശ്ചയിക്കുന്നതിലും ജാതീയ ചിന്ത കടന്നു വരാറുണ്ട്. ഗ്രാമവഴികളിൽ ചിലങ്കകൾ കിലുക്കി നടന്നുവരുന്ന കുട്ടിത്തെയ്യങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളാണ്. മുസ്ലിം സ്ത്രീയെ വിളിക്കുന്ന മുത്തപ്പൻ. ലോകമെമ്പാടും മാധ്യമങ്ങളിലൂടെ തെയ്യങ്ങൾക്ക് ദൃശ്യപരത കൈവന്നുവെങ്കിലും കോലധാരിയുടെ ജീവിതം അധികമെങ്ങും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. നവമാധ്യമങ്ങളിൽ സജീവമായ തെയ്യം ഗ്രൂപ്പുകളിൽ പോലും തെയ്യത്തിന്റെ രൂപഭംഗി മാത്രമാണ് തിളങ്ങി നിൽക്കുന്നത്. വാചാല മികവ് കൊണ്ട് കൂടിയാണ് ഈ ദൈവക്കോലങ്ങൾ ഭക്ത്യാനുഭൂതി നിറയ്ക്കുന്നത്. എങ്കിലും കുലത്തൊഴിലിലെ സ്വന്തം അവകാശങ്ങൾക്കായി വാചാലരാകാനുള്ള പ്രാപ്തി അവരിതുവരെ നേടിയിട്ടില്ല. പോരറിഞ്ഞ് കളിച്ചിട്ടുണ്ട്. അതിലുപരി എൻ്റെ ചങ്ങാതി എട്ടില്ലത്തോട് ചേർന്നിരിക്കുന്ന അഭിമാനം എൻ്റെ കൊട്ടശ്ശേരി മാടമ്പതിലുമായിട്ട് അല്ലേ എൻ്റെ ചങ്ങാതി എന്നിരിക്കുന്ന തീർന്നിട്ടും ധരിച്ചിട്ടുണ്ട്. ഓരോ തെയ്യക്കാരനും രണ്ടാം ജീവിതമാണ് കോലക്കെട്ടിന്റെ ആരംഭം. കന്നുകാലി കുഞ്ഞുകുട്ടി പൈതങ്ങൾക്ക് ഗുണം വരുത്തണേ എന്ന് പാടുന്ന തെയ്യക്കാരുടെ ഭാവി ദൈവം വെടിഞ്ഞ വണ്ണാനെ പോലെ എന്ന വടക്കൻ കേരളക്കാരുടെ ചൊല്ലുപോലെയാണ്. എൻ്റെ ഒരു നിഗമനത്തിൽ എന്ന് പറഞ്ഞാൽ തെയ്യം ഇല്ലാതാവും. തെയ്യം കെട്ടുന്ന ഈ വർഗം ഇത് ഉപേക്ഷിക്കും, ക്രമേണ ഉപേക്ഷിക്കേണ്ടി വരും. ഞാനിപ്പോൾ എൻ്റെ മോനെ കൊണ്ട് തെയ്യം കെട്ടിച്ചിട്ടില്ല. എനിക്കൊരു മാനുണ്ട്, എൻ്റെ പിൻഗാമിയായിട്ട് വരേണ്ട എൻ്റെ മകനാണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് അവനെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം വേതനം ജാസ്തി കിട്ടുന്നുണ്ടെങ്കിലും ഇതിലേക്ക് പോകാൻ തയ്യാറാവില്ല. നമുക്കൊരു സമൂഹത്തിലൊരു സ്ഥാനമില്ലേ, ആ സ്ഥാനം ഒരിക്കലും ഈ തെയ്യക്കാർക്ക് കിട്ടൂല. തങ്ങളെ അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ആരാധകർക്ക് മുന്നിൽ സ്വന്തം വേദനകൾ ഇവർ ഇന്നും മറച്ചു പിടിക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പാരമ്പര്യത്തിന്റെ നിർണയാതീതമായ ചങ്ങലക്കെട്ടിൽ ബന്ധിക്കപ്പെടുമ്പോൾ ആർക്കും ഇത് സംഭവിച്ചേക്കാം. മനുഷ്യനെന്ന സമൂഹജീവി മനുഷ്യനെ തന്നെ സമൂഹത്തിന് പുറത്താക്കുന്നത് അന്ന് ശങ്കരാചാര്യർക്ക് മനസ്സിലായി. ഇന്നും ഇത് മനസ്സിലാക്കാത്ത മനുഷ്യ സമൂഹം ആ കള്ളപ്പുലയനെ പൊട്ടനെന്ന് വിളിക്കുന്നു. കാരണം ഇവർ ദൈവക്കോലങ്ങൾ മാത്രമാണ്,
ദൈവങ്ങളല്ല. ഒന്നല്ലേ